അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് മേടിച്ച സാധനമൊക്കെ എടുത്ത് നമ്മൾ നേരെ കൽപ്പറ്റ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു നെറ്റ്സ് ഉണ്ട്, അവിടെ പോയിട്ട് സാധനം എല്ലാം അൺബോക്സ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അവിടെ പോയിട്ട് നെറ്റ്സും ഈ സംഭവങ്ങളും എല്ലാം ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ആക്സസറീസ് മൊത്തം നമ്മൾ തൃശ്ശൂരുള്ള ഡിപ്പോർട്ടീവോ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് എടുത്തത്. നമ്മുടെ ഈ ജിഷ്ണു കുറേ പേരോട് ചോദിച്ചായിരുന്നു എവിടെ നിന്നാണ് കിട്ടുക അടിപൊളിയുള്ള. അപ്പം മിക്ക ആൾക്കാരും സജസ്റ്റ് ചെയ്തൊരു കടയായിരുന്നു ഈ ഡിപ്പോർട്ടീവോ. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്, ബാറ്റൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ക്രിക്കറ്റിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സാധനവും നമുക്ക് അവിടെ പോയാൽ മേടിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ നെറ്റ്സിൻ്റെ മുമ്പിലെത്തി. ഈ കാണുന്നതാണ് നമ്മുടെ കൽപ്പറ്റയുള്ള നെറ്റ്സ്. 3 പേർക്ക്, അതായത് 3 ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് കയറട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ നെറ്റ്സിൻ്റെ ഉൾഭാഗം കേട്ടോ. ഇല്ല, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ബോൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്ഥലം. പിന്നെ ഇവിടെ ഒരു ബോളിംഗ് മെഷീനൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ വർക്കിംഗ് ആണോ എന്നറിയില്ല. ഇവിടെ സാധാരണ 3 പേരോ 4 പേരൊക്കെ ആണെങ്കിൽ മണിക്കൂർ 150 രൂപ ഒരാൾക്ക്. അല്ലെങ്കിൽ കുറേ ആൾക്കാരുണ്ടെങ്കിൽ 1 ഹവറിന് 1000, 1200. അത് പീക്ക് അവേഴ്സ് അനുസരിച്ച് മാറുമെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അങ്ങനെയാണ് റേറ്റ്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് പുതിയ ഷൂ ഒക്കെ മേടിച്ചതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഇട്ടിട്ട് ഇറങ്ങണം. അഞ്ചിലാണ് ഫസ്റ്റ് ഇറങ്ങാൻ പോണേ. ജോബ് കുര്യൻ്റെ ബാറ്റൊക്കെ ഉണ്ട്, അഡിഡാസിൻ്റെ. ഒരുത്തനവിടെ പിച്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ മേടിച്ച ഒരെണ്ണത്തിൽ പണി പാളിയിട്ടുണ്ട്. അത് കുട്ടികളുടെ ഹെൽമെറ്റാണ്. ഇത് തിരിച്ചു വിടേണ്ടി വരും. ഇതിട്ടിട്ട് കളിക്കുമ്പോൾ ഉണ്ടോ ഇത്ര ലെങ്ത്ത് കുറവ്, അത് കാരണം ബോൾ കാണുന്നില്ല. ലെങ്ത്തല്ലോ ആ ഒരു സംഭവം കാരണം കാണുന്നില്ല. ഒരുത്തന്നെ ഇവിടെ ഇതാ സെറ്റായി വരുന്നുണ്ട്, സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത്. എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ചും കൂടെ കോൺഫിഡൻസ് ഡെവലപ്പ് ആക്കാണ്ട് മാറിപ്പോവാണല്ലേ. ഇപ്പം നമ്മൾ ഈ ടെന്നീസ് ബോളിൽ കളിച്ചിട്ട് ഈ സാധനത്തിൽ കളിക്കുമ്പോൾ ഒട്ടും ടൈമിങ് കിട്ടൂല. നമ്മൾ ക്രോസ് ബാറ്റ് ചെയ്യും, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതെങ്ങനെയെങ്കിലുമൊക്കെ റെഡിയാക്കി കൊണ്ടുവരണം. അപ്പം പ്രാക്ടീസ് കഴിഞ്ഞു. 2 മണിക്കൂറത്തെ പരിപാടിയായിരുന്നു. മടുത്ത് പണ്ടാരടങ്ങി. ഞങ്ങൾ ആകെ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ, കാരണം എറിഞ്ഞും ബാറ്റ് ചെയ്തൊക്കെ മടുത്ത്. കളി തുടങ്ങി പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ആക്രാന്തത്തിൽ ഒന്നും നടന്നില്ല. ഇപ്പം എല്ലാ സാധനം പൂട്ടി നിന്നപ്പോഴാണ് പിന്നെ ഓർത്ത്, അയ്യോ എല്ലാം വെച്ചിട്ട് ഒരു വീഡിയോ പോലും എടുത്തില്ലല്ലോ എന്ന്. ആരും ഓർത്തില്ല. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം പ്രാക്ടീസിന് വരുമ്പം എന്തായാലും ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് കാണിക്കാം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ബോളാടാ? അല്ല, മറ്റേ ബോളിൽ കളിച്ചിട്ട് ഇത് കളിക്കുമ്പോൾ പന്തിങ്ങനെ കുത്തിയിട്ട് ബും ബും എന്ന് വരും. നമുക്ക് ഒട്ടും ടൈമിങ് കിട്ടൂല. നമ്മളിങ്ങനെ ക്രോസ് ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൊള്ളൂല. അതാണൊരു പ്രശ്നം. അത് കളിച്ച് തന്നെ റെഡി ആവുള്ളൂ. നമ്മൾ കണ്ടം കളി കളിച്ചിട്ട് ഇവിടെ വന്നിട്ട് ആഞ്ഞടിക്കാൻ നോക്കിയാൽ ഒന്നും കൊള്ളുമില്ല, ഒന്നും നടക്കൂല. ഭയങ്കര സ്പീഡായിരിക്കും. ഇവനൊക്കെ ഈ ജിഷ്ണുവൊക്കെ മാര കയറായിരുന്നു, ഒരു രക്ഷയില്ല. അപ്പം നേരെ വന്നിട്ട് 6 അടിച്ച് പറപ്പിക്കാം അങ്ങനെയൊന്നും ഓർത്തിട്ടൊന്നും ഒരാൾ ഇതിനകത്തിട്ട് ഇറങ്ങരുത്. നല്ല ഇഞ്ചുറിയും പറ്റും. മേത്തൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ നല്ല വേദനയാണ്. പിന്നെ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു ഇത് ഫേസ് ചെയ്യാൻ വേണ്ടി. ആദ്യം ബോളിന് മുമ്പിൽ നിൽക്കുമ്പോൾ മാറുക, പെട്ടെന്ന് ബാക്ക് ഫുട്ടിലോട്ട് മാറി കളിക്കുകയോ ചെയ്യുന്നത്. ഒന്നും ഫ്രണ്ട് ഫുട്ടിലോട്ട് വന്നിട്ട് കളിക്കാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ 2 എയറൊക്കെ കൊണ്ട് പാഡിലൊക്കെ കൊണ്ട് കഴിയുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വരും. അത് കുഴപ്പമില്ല എന്നുള്ളൊരു സംഭവം. അങ്ങനെ വന്നേ അത് ഡെവലപ്പായി വരുള്ളൂ. അപ്പം ഇനി അടുത്ത പ്രാക്ടീസിന് പോകുമ്പം ബാക്കി എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ ഒരു വേദന ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് വേദനയുണ്ട്, പുറം വേദന. ഞങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഒരു വയനാടൻ ഇന്റർനാഷണൽ കളിച്ച ആളെ എന്ന നിലയ്ക്ക് ഉണ്ടോ? KCIന്റെ സാധനമൊക്കെ ഉണ്ടോ? എന്താണ് അഭിപ്രായം? കുഴപ്പമില്ല, നല്ല പ്ലേസാണ്. 2-3 ദിവസം കൂടി ടാപ്പ് ചെയ്താൽ റെഡി ആവും. എന്നിട്ട് ഞങ്ങൾ എത്ര നമ്പറിലൊക്കെ ഇറക്കും? വീഡിയോ എവിഡൻസ് ആക്കി വെക്കണം. അലോഷി നമുക്ക് ഓപ്പണിംഗ് ഇറക്കാം. അലോഷി ഓപ്പണിങ് എന്നെയോ ഇറക്കണില്ല കേട്ടോ.
അപ്പോൾ അങ്ങനെയാണ് ക്യാപ്റ്റൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്നെ ആദ്യം 11 ഉൾപ്പെടുത്തു. ആ ഞാൻ ഇട്ടെന്നില്ല 11 ഏതാണ് ഭയങ്കര പാടേട്ടോ. അപ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളി കഴിഞ്ഞിട്ട് കൽപ്പറ്റയിൽ നിന്ന് നമ്മൾ കോഴിക്കോട് പോയില്ലേ? അപ്പോൾ ഏതെങ്കിലും സ്ഥലം ഗ്രാനീസ് ഹോം അതല്ല, ബായ്സ് ഗാർഡൻ്റെ അടുത്ത് ബായ്സ് ഗാർഡൻ്റെ അടുത്ത് ഗ്യാരേജ് കഴിഞ്ഞിട്ട് ഇതുണ്ടാവും ഒരു ട്രെയിൻ പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ട്. ട്രെയിനിൻ്റെ എൻജിൻ പോലത്തെ. ഇതിനകത്തുനിന്ന് നമ്മളെന്താ തിന്നേ? ക്ലാസ് എവിടെ നമ്മളെ ഒക്കെ കിട്ടും. കൊണ്ടയോ? ഇവിടെ വന്നിരുന്നിട്ട് ഇഡ്ഡലി കഴിച്ചു, സാമ്പാർ കഴിച്ചു, ഇഡ്ഡലി സാമ്പാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇവൻ ഇവിടെ കുഞ്ഞ് ഇഡ്ഡലി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന അത് തീർന്നു പോയി. പക്ഷേ പൊടി ഇട്ടിട്ട് തരുന്നു. പൊടി ഇഡ്ഡലി, പിന്നെ ഉള്ളിൽ ചമ്മന്തി നിറച്ച് നല്ല ആ നല്ല ഇടയില ഇലയട. പക്ഷെ അത് ഉണ്ടായില്ല. പക്ഷെ നമ്മൾ വന്നപ്പോഴേക്കും അത് തീർന്നു പോയി. അതുകൊണ്ട് നമ്മൾ പരിപ്പ് വടയിലും പിന്നെന്തായിരുന്നു സാധാ ഇഡ്ഡലിയിലും സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വിശന്നിട്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബായ്സ് ഓർത്ത് വരച്ചില്ല. അപ്പം നമ്മൾ നേരെ വിടുവാണെങ്കിൽ